ഹലോ എവ്രി വൺ, വെൽക്കം ടു നാൻ അക്കാദമി. 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഓപ്ഷൻസ്: ഇന്ദിരാ കോൾ, ഇന്ദിരാ പോയിന്റ്, കിബിത്തു, ഗുഹാർ മോത്തി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ, ഇന്ദിരാ പോയിന്റ്, കിബിത്തു, ഗുഹാർ മോത്തി. ഉത്തരം ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ഏതാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം? ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. കിഴക്കേ അറ്റം കിബിത്തു ആണ്. പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തിയാണ്. ഓക്കെ, ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ കോൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത്? ഓപ്ഷൻസ്: ചിനാബ്, രവി, ബിയാസ്, തീസ്ത. താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത് ഏതാണ്? തീസ്തയാണ് സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത്. ബാക്കിയെല്ലാം സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ചിനാബ്, രവി, ബിയാസ് ഇവയൊക്കെ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. തീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ സിന്ധുവിൻ്റെ പോഷക നദി അല്ലാത്തത് തീസ്ത. അടുത്ത ചോദ്യം, ഭിലായി ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഭിലായി ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഓപ്ഷൻസ്: ജർമ്മനി, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ. ഭിലായി ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്? ഉത്തരം റഷ്യ. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഭിലായി ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഉത്തരം എന്താണ്? റഷ്യ. അടുത്ത ചോദ്യം, 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി, ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി, ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാര പരിധി നിശ്ചയിച്ചു. ഇതിൽ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്തത് ഏത് പ്രസ്താവനയാണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അത് കാരണം ഈ പ്രസ്താവന കറക്റ്റാണ്. ബന്ധമുള്ള ഒരു പ്രസ്താവനയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അടുത്ത ഓപ്ഷൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ പ്രസ്താവനയും കറക്റ്റാണ്. മൂന്നാമത്തത്, ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി ഏതാണത്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ആമുഖം ഭേദഗതി ചെയ്ത ഒരേയൊരു ഭരണഘടനാ ഭേദഗതി. അടുത്തത്, ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി നിശ്ചയിച്ചു. ഈ പ്രസ്താവന 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ സമുദ്ര വിസ്തൃതിയുടെ അധികാരപരിധി നിശ്ചയിച്ചു. ഓക്കെ, ബാക്കിയെല്ലാം 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമുള്ളതാണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഏത് പദ്ധതിനെയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത്?
മൂന്നാം പഞ്ചവത്സര പദ്ധതിനെയാണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്ഷയം, ടെറ്റനസ്, ചിക്കൻ പോക്സ്, ആന്ത്രാക്സ്. ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ഉത്തരം ചിക്കൻ പോക്സ്. ബാക്കിയെല്ലാം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ചിക്കൻ പോക്സ്. ക്ഷയം, ടെറ്റനസ്, ആന്ത്രാക്സ് ഇവയൊക്കെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ, ചീഫ് ജസ്റ്റിസ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉത്തരം സ്പീക്കറാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചന നിർവഹിക്കാത്ത കൃതി ഏത്? ഓപ്ഷൻസ്: ജീവകാരുണ്യ നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപം. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചന നിർവഹിക്കാത്ത കൃതി ഏതാണ്? ഉത്തരം മോക്ഷപ്രദീപമാണ്. ബാക്കിയെല്ലാം ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ കൃതിയാണ്. ഇതിന് മറുപടിയായിട്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര. പർവ്വതനിര ഏതാണ്? ഓപ്ഷൻസ്: പൂർവഘട്ടം, സത്പുര, ആരവല്ലി, വിന്ധ്യ പർവ്വതനിര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യ പർവ്വതനിര. ഓപ്ഷൻ ഡി, വിന്ധ്യ പർവ്വതനിരയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന പർവ്വതനിര. ഓക്കെ, അടുത്ത ചോദ്യം. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 42nd Amendment of 1976, 44th Amendment of 1978, 52nd Amendment of 1985, 61st Amendment of 1988. ഏതാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? ഉത്തരം 61st Amendment Act of 1988. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത്: സോജില ചുരം, ബോണ്ടില ചുരം, ഷിപ്കില ചുരം, ഡെപ്സ ചുരം. ഉത്തരം ഏതാണ്? അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ബോണ്ടില ചുരം. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോണ്ടില ചുരം. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ച വർഷം. ഓപ്ഷൻസ്: 1979, 1987, 1969, 1980. ഏതാണ്
ഏത് വർഷത്തിലാണ് ആദ്യമായി ഇന്ത്യയിലെ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്? 1969. ഓക്കെ, അടുത്ത ചോദ്യം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് ഇതിലെ തെറ്റായ ജോഡി? മലമ്പനി ഒരു പ്രോട്ടോസോവം മൂലമുണ്ടാകുന്ന രോഗമാണ്. പന്നിപ്പനി വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അത്ലറ്റ്സ് ഫുട്ട് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. എലിപ്പനി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പക്ഷേ മലമ്പനി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമല്ല, പ്രോട്ടോസോവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ തെറ്റായ ജോഡി ഏതാണ്? മലമ്പനി ബാക്ടീരിയ. ഇതാണ് താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായ ജോഡി. ഓക്കെ, അടുത്ത ചോദ്യം. സവർണജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. സവർണജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻസ്: ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, മന്നത്ത് പത്മനാഭൻ, തൈക്കാട് അയ്യാഗുരു. സവർണജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഓക്കെ, അടുത്ത ചോദ്യം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള. ഓപ്ഷൻസ്: കുരുമുളക്, കശുവണ്ടി, ഏലം, ഗോതമ്പ്. ഏതാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള? കശുവണ്ടി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കശുവണ്ടിയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന നാണ്യവിള. അടുത്ത ചോദ്യം. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ദാദാഭായ് നവറോജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അമർത്യ സെൻ. ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യൻ തീരസമതലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി, ഉത്തരമഹാസമതലം, ഹിമാലയം. ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ഉത്തരം? ഉത്തരമഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസാണ്. 2024 ഒളിമ്പിക്സ് വേദിയാണ് പാരീസ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? ഉത്തരം ശൂന്യതയിൽ. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? ശൂന്യതയിലാണ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി, ശൂന്യതയിൽ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ വാച്ച് ഡോഗ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ
മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തത്? ഓപ്ഷൻസ്: 82-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 86-ാം ഭേദഗതി, 92-ാം ഭേദഗതി. ഏത് ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കിയത്? ഉത്തരം: 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കിയത്. അടുത്ത ചോദ്യം: കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ്? ഉത്തരം: സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം ഏതാണ്? സിൽവർ അയഡൈഡ്. ഓക്കെ, അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഓപ്ഷൻസ്: 5.5 മണിക്കൂർ, 5 മണിക്കൂർ, 4.5 മണിക്കൂർ, 6 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ എ, 5.5 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് 1959-ൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് 1959-ൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഏത് നഗരത്തിലാണ് ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം നടന്നത്? ഉത്തരം: ഡൽഹി. ഏത് വർഷത്തിലാണ്? 1959-ലാണ് ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം നടന്നത്. ഉത്തരം ഓപ്ഷൻ എ, ഡൽഹി. ഓക്കെ, അടുത്ത ചോദ്യം: ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ഓപ്ഷൻസ്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. അടുത്ത ചോദ്യം: ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്: പാവോക്രിസ്റ്റാറ്റസ്, പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക, എലിഫസ് മാക്സിമസ്, മാഞ്ചിഫറ ഇൻഡിക്ക. എന്താണ് ഗംഗാ ഡോൾഫിൻ്റെ പ്രത്യേകത? ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് അനിമലാണ് ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക. ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റാനിസ്റ്റ ഗാംഗാറ്റിക്ക. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: വിമോചന സമരം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, മലബാർ കലാപം. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം ഏതാണ്? വിമോചന സമരം. ഓപ്ഷൻ എ, വിമോചന സമരമാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലംപതിക്കാനിടയായ കാരണം. ഓക്കെ, അടുത്ത ചോദ്യം: ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം. ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം. ഓപ്ഷൻസ്: കന്യാകുമാരി, തമിഴ്നാട്, ഇന്ദിരാ പോയിന്റ്. ഇവയൊന്നുമല്ല. ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം ഏതാണ്? ഉത്തരം ഇന്ദിരാ പോയിന്റ്. ഭൂമധ്യരേഖയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗം ഏതാണ്? ഇന്ദിരാ പോയിന്റ്. അടുത്ത ചോദ്യം: ജലത്തിനടിയിൽ കാണപ്പെടുന്ന വടി വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം.
ജലത്തിനടിയിൽ കാണപ്പെടുന്ന വടി വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം ഇവയൊന്നുമല്ല. ജലത്തിനടിയിൽ കാണപ്പെടുന്ന വടി വളഞ്ഞതായിട്ട് തോന്നുന്ന പ്രതിഭാസം എന്താണ്? ഉത്തരം അപവർത്തനം. ജലത്തിനടിയിൽ കാണപ്പെടുന്ന വടി വളഞ്ഞതായി തോന്നുന്ന പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. അടുത്ത ചോദ്യം. സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം. സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം ഇവയൊന്നുമല്ല. സമന്യുത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. അടുത്ത ചോദ്യം. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി, ഐസക് ന്യൂട്ടൺ, തോമസ് ആൽവ എഡിസൺ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ആരാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്? ഉത്തരം ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്ലി. അടുത്ത ചോദ്യം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. അടുത്ത ചോദ്യം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻസ് ഗോദാവരി, കാവേരി, കൃഷ്ണ, നർമ്മദ. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി. അടുത്ത ചോദ്യം. കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഓപ്ഷൻസ് സിംഹവാലൻ കുരങ്ങുകൾ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, വരയാടുകൾ ഇവയൊന്നുമല്ല. കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് ആൻസർ. കാസിരംഗ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ്. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായി പ്രവർത്തിച്ചത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്? ഉത്തരം 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31.
അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനം. എന്നാണ് ലോക പ്രമേഹ ദിനം? ഉത്തരം നവംബർ 14. ഓപ്ഷൻ സി, നവംബർ 14 ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്. എന്നാണ് നവംബർ 14. അടുത്ത ചോദ്യം, വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻസ്: ആനന്ദമഠം, കപാൽ കുണ്ടല, മൃണാലിനി, ദുർഗേശ നന്ദിനി. വന്ദേ മാതരം ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പീനിയൽ ഗ്രന്ഥി. ശരീരത്തിലെ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. അടുത്ത ചോദ്യം, സംയോജകത 0 ആയ മൂലകങ്ങളാണ്. ഏതാണ് സംയോജകത 0 ആയ മൂലകങ്ങൾ? അലസ വാതകങ്ങൾ. സംയോജകത 0 ആയ മൂലകങ്ങളാണ് അലസ വാതകങ്ങൾ. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തരിക പ്രതിഫലനം ഇവയൊന്നുമല്ല. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഓക്കെ, അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. ഓപ്ഷൻസ്: കുന്തിപ്പുഴ, ചാലക്കുടിപ്പുഴ, കബനി, പെരിയാർ. ഏതാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ്: പന്നിയൂർ കണ്ണൂർ, കണ്ണാറ തൃശ്ശൂർ, പാമ്പാടുംപാറ ഇടുക്കി, ചുണ്ടേൽ വയനാട്. എവിടെയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, പന്നിയൂർ കണ്ണൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂർ കണ്ണൂർ. അടുത്ത ചോദ്യം, ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ദേശീയ സ്പോർട്സ് ദിനം ആരുടെ ജന്മദിനമാണ്? ആരുടെ ജന്മദിനമാണ് ദേശീയ സ്പോർട്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഉത്തരം ധ്യാൻ ചന്ദ്. ഓപ്ഷൻ ഡി, ധ്യാൻ ചന്ദ് ആണ് 46-ാം ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, അദ്വൈത ചിന്താ പദ്ധതി
എന്ന കൃതിയുടെ കർത്താവ്. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്വൈത ചിന്താ പദ്ധതിയുടെ കർത്താവ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത ചിന്താ പദ്ധതിയുടെ കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം: ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്: ആർക്കിമിഡീസ് തത്വം, ചാൾസ് നിയമം, ബോയിൽസ് നിയമം, പാസ്കൽ നിയമം. ഏതാണ് ഉത്തരം? ഉത്തരം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. അടുത്ത ചോദ്യം: ഒരാറ്റത്തിൻ്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരാറ്റത്തിൻ്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻസ്: 2, 8, 16, 22. ഒരാറ്റത്തിൻ്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 2. അടുത്ത ചോദ്യം: അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥ. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയും ചെയ്യുന്ന പ്രതിഭാസം എന്താണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: സൂര്യതാപനം, ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം ഇവയൊന്നുമല്ല. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന അവസ്ഥ. ഉത്തരം ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്ന അവസ്ഥ ഹരിതഗൃഹ പ്രഭാവം. ഓക്കെ, 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിവൈസ് ചെയ്യുക. താങ്ക് യു.